നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ഇൻഡെക്സ്, അതായത് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നാളെ. അപ്പോൾ നമ്മളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ്സ്, നമ്മുടെ ലെവൽസ് ഇന്നലത്തെ വാച്ച് ചെയ്തെന്ന് വിചാരിക്കുന്നു. മാർക്കറ്റ് ആർക്കും ഒരു പ്രയോജനമില്ലാത്ത മൂവ്സ് ആയിരുന്നു തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ലെവൽസ് പ്രകാരം 140 സംതിങ് ടച്ച് ചെയ്തിരുന്നു. അവിടെ നിന്നായിരുന്നു നമ്മൾ ബൈ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ നിന്ന് മാർക്കറ്റ് വലിയതായിട്ട് മൂവ് പിന്നെ തന്നില്ല. കാരണം എക്സ്പയർ ചെയ്തുകൊണ്ട് തന്നെ ട്രേഡ്സ് വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇല്ല. നമുക്ക് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ ഹൈ നോക്കാം. ഇന്ന് സെപ്റ്റംബർ 2 ഹൈ മാർക്ക് ചെയ്യാം. $767. ലോ 663. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ. ഓക്കെ, നിഫ്റ്റി ഫിൻ ഓക്കെ ഓപ്പൺ 23,756 ആൻഡ് ഹൈ 23,766.40 ആൻഡ് ലോ 23,663. 89 പോയിൻറ്റ്സിൻ്റെ അപ്പ് മൂവ്സ്. ഓക്കെ, ഗെയിനർ ബജാജ് ഫിൻ. ഓക്കെ, അടുത്ത മണിയിൽ നോക്കാം. 23,750 ആൻഡ് 23,800 ആണ് ATM സ്ട്രൈക്സ്. അപ്പോൾ നമ്മുടെ 23,727.55 ആണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ചെയിൻ നോക്കുമ്പോൾ 23,800 ഹെവി കോൾ റേറ്റസ് ഇരിക്കുന്നുണ്ട്. 23,800 ഓക്കെ, അതെ. അപ്പോൾ 23,800 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 23,900 ആണ്. 23,900. പക്ഷേ ഇപ്പോൾ നിലവിൽ 23,800 ഹെവി കോൾ റേറ്റസ് ഇരിക്കുന്നത്. അപ്പോൾ 23,800 മുകളിൽ 23,810 20 ട്രിഗർ ആവുകയാണെങ്കിൽ ഈ കോൾ റേറ്റസ് ബാക്ക് ഫുട്ടിൽ വരും. അപ്പോൾ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് സർജ് 23,900, അതായത് ഒരു 100 മൂവ് സർജ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഉള്ളത് 24,000. അതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അപ്പോൾ 24,000 വരെ മൂവ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് നാളെ, ഇൻ കേസ് 23,810 20 ടച്ച് ആവുകയാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ 23,727 ആണ്. സ്റ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 80 പോയിൻറ്റ്സ് എബവ് ഓപ്പൺ ആവുകയാണെങ്കിൽ മാത്രമേ പാനിക് ആവുള്ളൂ, കോൾ റേറ്റസ് പാനിക് ആവുള്ളൂ. ഓക്കെ, നമുക്ക് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി 23,700 ഹെവി പുട്ട് റേറ്റസ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റിന് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 23,700 ഹെവി പുട്ട് റേറ്റസ് ഇരിക്കുന്നുണ്ട്. 23,600 ഹെവി പുട്ട് റേറ്റസ് ആണ്. അപ്പോൾ 23,700 ഓക്കെ, 23,690 വരെ ഒരു സേഫ് സപ്പോർട്ടാണെന്ന് തന്നെ പറയാം. പുട്ട് റേറ്റസ് ഹെവിയാണ്. ഹെവി പൊസിഷൻസ് എടുത്തിരിക്കുന്ന പൊസിഷൻസ് 23,700 23,600 ഓക്കെ, 23,700 690 ബിലോ പോവുകയാണെങ്കിൽ 23,700 പാനിക് ആവും. അപ്പോൾ പുട്ട് റേറ്റസ് പോവാൻ പൊസിഷൻസ് ലീവ് ചെയ്യാൻ തുടങ്ങും. പിന്നെ SL ട്രിഗർ ആവാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സ്പൈക്ക് താഴോട്ടേക്ക് ബ്രേക്ക് ഡൗൺ തരാൻ ചാൻസ് ഉണ്ട്. 23,600 വരെ അത് കൊണ്ടുപോകും. 23,600. ഓക്കെ, ലെവൽസ് നോക്കുകയാണെങ്കിൽ നാളെ നാളത്തെ സപ്പോർട്ട്, ഫസ്റ്റ് സപ്പോർട്ട് നമുക്ക് 699. ഓക്കെ, ഇതാണ് നാളത്തെ നമ്മുടെ
ഓക്കെ 699 ഫസ്റ്റ് സപ്പോർട്ട്. ഓക്കെ, രണ്ടാമത്തെ സപ്പോർട്ട് 663. ഓക്കെ, അതായത് ഓപ്പണിംഗ് ആണ്. രണ്ടാമത്തെ സപ്പോർട്ട് ഷോർട്ട് റേഞ്ചാണ്. മൂന്നാമത്തെ സപ്പോർട്ട് 603 ആണ്. നാലാമത്തെ സപ്പോർട്ട്. നമുക്കടുത്ത് റെസിസ്റ്റൻസ് നോക്കാം. റെസിസ്റ്റൻസ് 23,767 ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്, നമ്മുടെ ഇന്നത്തെ ഹൈ. പിന്നുള്ളത് 820. 23,767 ഫസ്റ്റ് റെസിസ്റ്റൻസ്, ഇന്നത്തെ ഹൈ. ആൻഡ് 23,841 സെക്കൻഡ് റെസിസ്റ്റൻസ്. ആൻഡ് 23,901 മീൻസ് 898 റേഞ്ച് തേർഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കണ്ടത് നാളത്തേക്ക് എക്സ്പയറിക്ക്. 4-5 സപ്പോർട്ടും മേലെ 1 2 3 ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. 90 എബോവ് ഒന്നുകൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തെ റെസിസ്റ്റൻസ്. ആൻഡ് 68. ആൻഡ് 60. ഇതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻസ് എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻസ് എങ്ങനെയാണ് നോക്കാം. ഇതാണ് നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ലൈൻസും. ഫസ്റ്റ് ഓഫ് ഓൾ, മാർക്കറ്റ് ക്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ അബവ് 23,769 ഓപ്പൺ ആവുകയാണെങ്കിൽ ഒരു ഡൗൺ ഒന്നുകൂടെ മാർക്കറ്റ് 70722 ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് 836 ലെവലിലേക്ക് പോവുള്ളൂ. 836 ലെവലിൽ പോവുകയാണെങ്കിൽ തന്നെ ഹെവി എന്നാണ് റെസിസ്റ്റൻസ്, അതായത് കോൾ റേറ്റേഴ്സ് ഹെവി ആയിട്ട് 800 എബോവിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ പോയാൽ തന്നെ മാർക്കറ്റ് എഗെയിൻ താഴോട്ട് വരും. ഓക്കെ, എഗെയിൻ താഴോട്ട് വരും. ഇൻ കേസ് റിപ്പീറ്റഡ്ലി ഇത് ടച്ച് ചെയ്യണമെങ്കിൽ മാത്രമേ ഇത് വീക്ക് ആവുള്ളൂ. ഓക്കെ, അതർവൈസ് നമ്മുടെ പൊസിഷൻസ് മുഴുവൻ നമ്മൾ നമ്മൾ താഴോട്ടേക്ക് തന്നെ നോക്കുള്ളൂ. ഓക്കെ, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻസ് എനിക്ക് മീൻസ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ സെൽ സൈഡ് തന്നെയാണ് മാക്സിമം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നാളത്തെ ബാക്കി എന്തെങ്കിലും ഇൻ കേസ് ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് 23,767 767-80 എന്തായാലും എബോവ് മാത്രമേ നമ്മൾ കോൾ ബൈയിങ് നോക്കണ്ടു. അതർവൈസ് മുഴുവൻ എന്താണ് ഈ ലെവലിൽ നമുക്ക് എവിടെയെങ്കിലും എൻട്രി ഉണ്ടെങ്കിൽ മാത്രം കോൾ സൈഡിൽ ഇരിക്കാം. അതർവൈസ് താഴോട്ടേക്ക് ഹൈയിൽ സെൽ ഓൺ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഓരോ ലെവലും റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് നമുക്ക് ബോട്ടമായിട്ട് കൺസിഡർ ചെയ്ത് നമുക്കൊരു സി സൈഡിലുള്ള ഒരു 3-4 പോയിൻറ്റ്സ് എസ് എൽ വെച്ചിട്ട് നമുക്ക് ഇൻ ദ മണി സ്ട്രൈക്കിൽ ഇരിക്കാം. ഓക്കെ, ഇൻ ദ മണി സ്ട്രൈക്ക് കേട്ടോ. നമ്മൾ ബിയറിഷ് മാർക്കറ്റ് ആയിരിക്കാനാണ് ചാൻസ്. സോ എന്താണ് മാർക്കറ്റിനെ കൺസിഡർ ചെയ്യുക. പക്ഷേ നമ്മളൊരു ന്യൂട്രൽ വ്യൂവിൽ പോകണം. നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാർക്ക് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിക്കുക, മാർക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യാം. ലോസ് നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ലോസ് ഓപ്ഷൻസ് മാർക്കറ്റിൽ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് വലിയ ലോസ് ഉണ്ടാവും. അപ്പം ലോസ് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ കൂടെ നിങ്ങൾ വരച്ച് വെക്കുക. ഞാനിപ്പോൾ 15 മിനിറ്റ്സിൽ ഒരു ട്രെൻഡ് ലൈനാണ് ഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 15 മിനിറ്റ്സ് ട്രെൻഡ് ലൈനെ കൂടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇതൊരു ട്രെൻഡ് ലൈൻ ഒരു ഡൈനാമിക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ഇവിടെ. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഒരു 668 വരെ വരികയാണെങ്കിൽ നാളെ ടിൽ ഒരു 945 ഇതിൻ്റെ കൂടെ മെയിൻ സപ്പോർട്ട് കൂടെ ആക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു സപ്പോർട്ട് കൂടെ ആക്ട് ചെയ്യും 23,696. ഇൻ കേസ് ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒന്ന്
റീടെസ്റ്റ് പോയി തിരിച്ച് പിന്നെ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, ഡൈനാമിക് റെസിസ്റ്റൻസ് ആയിട്ട് കൂടെ ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം.